ഗുഡ് മോർണിംഗ്. എനിക്ക് ഇന്നലെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും വൈഫൈ അത് പൊട്ടിക്കെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വന്നിട്ടില്ല, ടെക്നീഷ്യൻസ്. അതുകൊണ്ട് വലിയ വീഡിയോസൊക്കെ നമുക്ക് ഈ നെറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർ വന്നതിന് ശേഷം സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഷോർട്സ് ഇടുന്നുണ്ട്. ഇന്നത്തെ കോട്ടുണ്ട്: പരാതിയുടെ വിരൽ ചൂണ്ടുമ്പോൾ സ്വന്തം നഖത്തിൽ അഴുക്ക് പരിശോധിക്കാറുണ്ടോ? ഇത് എനിക്കിന്ന് കറക്റ്റാണ്. കാരണം നമ്മളെ പരാതി പറയും, നമ്മളെ കംപ്ലൈൻറ്റ് പറയുന്ന ആളുകൾക്ക് ആദ്യം അവരുടെ നെഗറ്റീവ് അഴുക്ക് പരിശോധിക്കുന്നുണ്ട്. അവർ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ കുറ്റം പറയുന്നില്ലെങ്കിൽ ആ പറയുന്ന ആൾക്കാർ അത് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അവർക്ക് അധികാരമുണ്ട് പറയാൻ, അല്ലെങ്കിൽ പറയാനുള്ള അധികാരമില്ല. അതാണ് ഇന്നത്തെ കോട്ട്. എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ. ഇന്നലത്തെ ഒരു കോട്ടും കൂടി ഉണ്ടായിരുന്നു, അത് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു: ഇതുവരെ ചെയ്തു വന്ന് തന്നെ തുടർന്നാൽ ഇതുവരെ ലഭിച്ചത് തന്നെ ലഭിക്കും. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇത്ര നാൾ കിട്ടിയത് തന്നെയായിരിക്കും കിട്ടുക, ഒരു ഇമ്പ്രൂവ്മെൻറ്റും വരില്ല. അപ്പോൾ മാറ്റി നിങ്ങൾ ചിന്തിക്കുക. 2 കോട്ട് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഡെത്ത് കാർഡാണ്, ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതും യമദേവനെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ പോകാൻ സമയമായിരുന്നു. മേ ബി ഡെത്താണ് കാണിക്കുന്നത്. മേ ബി നമുക്ക് ഏറ്റവും അറിയുന്ന ആളുകൾ ഡെത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന മാറ്റങ്ങളായിരിക്കാം, ട്രാൻസ്ഫോർമേഷൻസ് ആയിരിക്കാം, ചേഞ്ചസ് ആയിരിക്കാം കേട്ടോ. ആൻഡ് മൂൺ മൂണാണ് വന്നത്. സൺ കാർഡ് വരുന്നുണ്ട്. നിങ്ങളുടെ മാസ്കുലിൻ എനർജീനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മാസ്കുലിനും ഡെത്ത് ട്രാൻസ്ഫോർമേഷൻസും അല്ലെങ്കിൽ ചേഞ്ചസും നടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ആൻഡ് 6 ഓഫ് സോഡ്സ് ആണ്. എന്തോ ഒരു ജേർണിയെ കാണിക്കുന്നു. മേ ബി നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലായിരിക്കും. ഒരുപാട് പേര് ട്വിൻ ഫ്ലെയിം ജേർണിയിലല്ല, സ്പിരിച്വൽ ജേർണിയിലുള്ളവരുണ്ട്. അവർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ ഏത് ജേർണിയിലാണെന്ന് കേട്ടോ. 4 ഓഫ് വാൻസ് ആണ് പറയുന്നത്. 4 ഓഫ് വാൻസ് എന്ന് പറയുന്നത് റീയൂണിയൻ പോസിബിലിറ്റിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദീർഘനാളായിട്ട് ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ടൈം കാണിക്കുന്നു. റീയൂണിയൻ, റീകൺസിലേഷൻസ്, കൂടാതെ നിങ്ങളുടെ ഫാമിലി മീറ്റപ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയും ഒരു നല്ല എനർജി പറയുന്നുണ്ട്. സെലിബ്രേഷൻ ടൈമാണ്, സെലിബ്രേറ്റ് ചെയ്യുക, ലൈഫിൽ ഓരോ മൊമെൻറ്റും സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നു. കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലൈഫിൽ നല്ലൊരു എബണ്ടൻ്റ് ആവാനുള്ള ഒരു എനർജി കാണിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയുള്ള ആൾ നമുക്ക് സപ്പോർട്ടായിട്ട് വരുന്നു എന്ന് പറയുന്നു. മേ ബി നിങ്ങളുടെ പേഴ്സൺ എവേക്കൻഡ് ആയിട്ട് നല്ല എബണ്ടൻസിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും പറയുന്നുണ്ട് കേട്ടോ. ഡെത്ത് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെയാണ് കാണുന്നത്. ഓക്കെ, ഒരുപാട് ചേഞ്ച് കാണിക്കുന്നുണ്ട്. സൺ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മാസ്കുലിൻ സൈഡൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ചക്രാസിലൊക്കെ, സോളാർ പ്ലെക്സസ് ചക്രയിലൊക്കെ ഒന്ന് വർക്ക് ചെയ്യുക. ഹാർട്ട് ചക്ര കാണുന്നുണ്ട്. ആൻഡ് സോളാർ പ്ലെക്സസ്, സാക്രൽ, ഹാർട്ട് ചക്ര, റൂട്ട് ചക്ര, ഇത്രയും ചക്രാസിലേക്ക് ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സോളാർ ഫ്ലയേഴ്സ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. 4, 6, 3 ഒക്കെയാണ് കാണുന്നത്. 19 കാണുന്നുണ്ട്. ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾ ഡേറ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മേ ബി ആ ഡേറ്റ്സിലായിരിക്കും, അല്ലെങ്കിൽ അത്രയും ഡേയ്സ് ആയിരിക്കാം, വീക്സ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻസും ചേഞ്ചും വരുന്നുണ്ട്. നല്ല ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വരുന്നു. റീകൺസിലേഷൻ